Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm here, Joby Walical. സാധാരണ ഒരു മുട്ട കൊണ്ട് എത്രത്തോളം ഉപയോഗമുണ്ട് ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. കാരണം വളരെയധികം ഗുണം നൽകുന്ന ഒരു കാര്യമാണ് മുട്ട. മുട്ടയുടെ അകത്തുള്ള ആ കണ്ടന്റ് നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. എന്തായാലും അത് ശരീരത്തിന് ഏറ്റവും നല്ലതുമാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ മുട്ടത്തോട് വലിച്ചെറിഞ്ഞ് കളയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ അതിനെ തൊട്ട് നിങ്ങൾ ഈ മുട്ടത്തോട് വലിച്ചെറിഞ്ഞ് കളയണമെന്ന് നമുക്ക് അതുകൊണ്ട് വളരെ വലിയ ഒരു ഗുണമുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്ക്, അത് ഇൻഡോർ ആണെങ്കിലും ശരി ഔട്ട്ഡോർ ആണെങ്കിലും ശരി, പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർന്ന വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ മുട്ടത്തോടുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതും നല്ല ഗ്രോത്ത് നൽകുന്ന ഒരു ജൈവവളം. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പം മുട്ടത്തോട് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ചെടികൾക്ക്, എല്ലാ തരത്തിലുള്ള ചെടികൾക്ക്, പച്ചക്കറികൾക്ക് എല്ലാത്തിനുമുള്ള നല്ലൊരു വളം. അതായിട്ട് നമ്മുടെ ഇതുപോലെ മുട്ടത്തോടെല്ലാം ശരിക്കും ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ച് നമുക്ക് ഒരു കുപ്പിയിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഏത് പാട്ടയിലോട്ടോ നമുക്കിടാം. മാക്സിമം എത്രത്തോളം പൊടിച്ചിടാവോ അത്രത്തോളം പൊടിച്ചിടുക. നമുക്ക് വേണ്ട ലൈമാണ്. നമുക്കൊരല്പം ലൈം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം 2 സ്പൂണോളം ലൈം ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഇതൊരു 500 ml വാട്ടറാണ്, സാധാരണ വാട്ടർ. നമുക്ക് 500 ml വാട്ടർ ഒഴിക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം 5 ദിവസം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് നോക്കാം. 5 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഷെല്ല് എല്ലാം ശരിക്കും മാക്സിമം ഡിസോൾവ് ആവുന്നതിലേക്ക് 5 ഡേയ്സിന് ശേഷം നമുക്ക് നോക്കാം. 5 ഡേയ്സിന് ശേഷം നമ്മുടെ ഈ എഗ്ഗിൻ്റെ ഷെല്ലെല്ലാം ഇതിനകത്ത് മാക്സിമം ഡിസോൾവ് ആവും. ഡിസോൾവ് ആയ ശേഷം നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു അല്പമൊക്കെ എഗ്ഗിൻ്റെ ഷെല്ലിൻ്റെ അടിയിൽ കിടപ്പുണ്ടെങ്കിലും നിങ്ങളതൊന്നും കളയാൻ പോകണ്ട, അത് അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ശരി, ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിലും ശരി, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ വളം ഇടുന്നതിലും വളരെയധികം ഗുണം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ഈ മുട്ടയുടെ ഈ ഷെല്ലൊന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യവുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ കൊള്ളാമല്ല നമ്മുടെ ഈ മുട്ടയും നമ്മുടെ മുട്ടത്തോടും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മളത് 5 ദിവസം കഴിയുമ്പോഴത്തേന് മാക്സിമം മുട്ടത്തോട് അതെല്ലാം ഒന്ന് ഡിസോൾവ് ആവും. ഇനി അല്ലാത്തത് നമ്മൾ കളയാൻ പാടില്ല, അതേപടി തന്നെ വെക്കുക. അതേപടി തന്നെ എല്ലാ ചെടിയുടെ ചൂട്ടിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ടത്തോടിൻ്റെ പീസുകളുണ്ടെങ്കിലും അതും ഒഴിച്ചു കൊടുക്കുക. 100% സാധാരണ നമ്മൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള വളങ്ങളേക്കാൾ വളരെയധികം ഗുണം നൽകും. ഒരു തരത്തിലുള്ള ശരീരത്തിന് ഹാനികരമാകില്ല. ഓക്കെ ഗൈസ്, താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.